Hello friends, welcome to Time for Greatness. 10 choices you will regret in 10 years. ഓരോരോ ചോയ്സുകൾ വന്നുകൊണ്ടിരിക്കുക, അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ജീവിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിലെ ചില തീരുമാനങ്ങൾ നമ്മൾക്ക് സന്തോഷം തരുന്നതായിരിക്കും. അതുപോലെ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ ഞാൻ എന്തിനാണ് ഈ തീരുമാനം എടുത്തത് എന്ന് പിന്നീട് ചിന്തിക്കുന്നൊരവസ്ഥയും വരും. നമ്മൾക്ക് പ്രായം കൂടുന്തോറും ഞാൻ കഴിഞ്ഞ ചെറിയ പ്രായത്തിൽ എന്തിനീ തീരുമാനം എടുത്തു എന്ന് തോന്നാറുണ്ട്. അത് ഇനി ശരിയാക്കാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പലപ്പോഴും എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിച്ചാൽ മാത്രമേ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ നമുക്ക് കഴിയൂ. നമ്മുടെ കയ്യിലുള്ള പോസിബിലിറ്റീസിനെ എല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരികയില്ല. അങ്ങനെ നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഈ തീരുമാനം എടുത്തത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പറയുന്ന ഈ ചോയ്സുകൾ നിങ്ങൾ അബദ്ധത്തിലെങ്ങാൻ സ്വീകരിച്ചാൽ പോലും നിങ്ങൾക്ക് വയസ്സായാൽ പോലും പിന്നീട് അത് തിരുത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. നമുക്ക് ആ 10 ചോയ്സസ് ഏതാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്പർ 1, ഫെയിലിംഗ് ടു ബി ഓണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരായിരിക്കുക. ഇത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ അത്ര സെൽഫ് അവെയർ അല്ലാതിരിക്കുന്ന സമയത്ത് സത്യമായിട്ടുള്ള കാര്യത്തെ നമ്മൾ പോലും വിശ്വസിക്കാതെ മറ്റുള്ളവർ പറയുന്ന പല വഴിക്കും നമ്മൾ സഞ്ചരിച്ച് നമ്മളെ തന്നെ വഞ്ചിക്കുന്നൊരവസ്ഥയുണ്ടാകും. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണ്? നിങ്ങൾ ശരിക്കും ഏത് ചോയ്സാണ് സ്വീകരിക്കേണ്ടത്? ഇതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതുപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നത് തെറ്റായി പോയി എന്ന് നിങ്ങൾക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴാണ് മനസ്സിലാവുക. ചില സമയത്ത് നമ്മൾ കുറെ കാലം പിന്നിടുമ്പോൾ ഇത്രയും കാലം ഞാനെടുത്ത തീരുമാനങ്ങൾ തെറ്റായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവും. തെറ്റാണെന്ന് മനസ്സിലായിട്ടും അതൊരു ശീലമായത് കാരണത്താൽ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ആ പാത മാറ്റിപ്പിടിക്കുവാനുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പാത നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം ചിലപ്പോൾ കൂടുതൽ ഫുൾഫിൽ ആകും. ഈ മാറ്റങ്ങളും ഒരുപാട് നിങ്ങളെ വെയിറ്റ് ചെയ്യില്ല. മാറ്റങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരു മാറ്റം സ്വീകരിക്കാൻ ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നോ ആ മാറ്റം ഇന്ന് നിങ്ങൾ കൊണ്ടുവരണം. അടുത്ത നമ്പർ 2, ഗെറ്റിംഗ് കാച്ചപ്പ് ഇൻ ദ സ്മോൾ സ്റ്റഫ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്, ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യം ഏതാണ്, ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. നിങ്ങൾക്ക് വലിയ കാര്യമായി തോന്നുന്നത് മറ്റു ചിലർക്ക് ചെറിയ കാര്യമായിരിക്കാം. അതുപോലെ നിങ്ങൾ വലിയ കാര്യമെന്ന് കരുതുന്ന പലതും മറ്റുള്ളവർക്ക് ചെറിയ കാര്യമായിരിക്കാം. നിങ്ങൾ വളരെ ചെറിയൊരു കാര്യത്തിൽ സ്വയം തന്നെ ബന്ധിക്കപ്പെട്ടിട്ട് ഒരുപാട് സമയം ചിലപ്പോൾ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ നിങ്ങൾ ചില ചെറിയ കാര്യങ്ങളിൽ മനസ്സിനെ ബന്ധിച്ചിട്ടാണ് സ്ട്രെസ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ, അത്ര ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണോ ഞാൻ ഇത്ര വർഷങ്ങൾ വേസ്റ്റ് ആക്കിയതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നും. അതെല്ലാം ശരി തന്നെ. എന്നാൽ അത് കാരണം അപ്സെറ്റ് ആവുകയും അപ്സെറ്റ് ആവുന്നത് ഒരു ശീലമാക്കി മാറ്റുകയും അങ്ങനെ ജീവിതം തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അടുത്തത് നമ്പർ 3, ബിക്കമിങ് പോളറൈസ്ഡ് ആൻഡ് ജഡ്ജ്മെന്റൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ എടുത്തു ചാടുന്ന വ്യക്തിയാണോ, അതോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച ശേഷം പതുക്കെ മാത്രം ചുവട് വെക്കുന്ന വ്യക്തിയാണോ? ഈ 2 രീതിയിലുള്ളവർക്കും അബദ്ധം പറ്റാം. നിങ്ങൾ ഫ്യൂച്ചറിൽ പെട്ടെന്ന് തീരുമാനം എടുത്തതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും തീരുമാനമെടുക്കാൻ വൈകിപ്പോയതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും വിഷമിക്കാൻ സാധ്യതയുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ അല്ല. ചില കാര്യങ്ങൾ നല്ലതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, പക്ഷെ നിങ്ങൾക്കത് മോശമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ വളരെ മോശമായ കാര്യം എന്ന് വ്യാഖ്യാനിക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് പേർക്ക് നല്ല കാര്യമായിരിക്കും. അത് കാരണത്താൽ മറ്റുള്ളവർ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകരുത്. എന്തുകൊണ്ടെന്നാൽ അൾട്ടിമേറ്റ്ലി എല്ലാവരും അവരവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആളുകൾ തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റുകൾ പിന്നീട് അവർക്ക് തന്നെ ഒരു പാഠമായിട്ട് പരിണമിക്കും. പിന്നീട് അവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വലിയ ആളായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആളുകളെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. കാരണം അവർ മാറിയാലും നിങ്ങൾ ജഡ്ജ് ചെയ്തത് പിന്നീട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങൾ വിഷമിക്കും. ഫ്രണ്ട്സ്, ഒരുവിധം എല്ലാവരും എളുപ്പത്തിൽ എങ്ങനെയാണ് കൂടുതൽ പണം സമ്പാദിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ലേ? എന്നാൽ പണത്തിന്റെ ഒരു രസതന്ത്രമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കുറച്ച് പണം ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുവാൻ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇതിനെയാണ് നിക്ഷേപതന്ത്രം എന്ന് പറയുക. നിക്ഷേപത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകിയാൽ സമ്പത്ത് നിങ്ങളെ തേടി വരും എന്നത് നമുക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, കേവലം നിക്ഷേപം കൊണ്ട് മാത്രം നമ്മൾക്ക് സമ്പത്തിനെ നിലനിർത്താൻ കഴിയില്ല. മറ്റു പല ഫാക്ടേഴ്സും അതിനുവേണ്ടി നമ്മൾ അറിയേണ്ടതാണ്. ഇത്തരം സമ്പത്തിന്റെ സീക്രട്ട് സയൻസുകൾ നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന പുസ്തകമാണ് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച്.
ഈ പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ കുക്കു FM-ൽ നിന്ന് കേട്ടിരുന്നു. നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള യാത്രയിലേക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകവും ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓഡിയോ ബുക്ക് സമ്മറീസ് ആൻഡ് ഒറിജിനൽസിന്റെ രൂപത്തിൽ കുക്കു FM-ൽ നിന്ന് ലഭിക്കും. അതും ഒരു മാസത്തേക്ക് വെറും 49 രൂപയുടെ മെമ്പർഷിപ്പ് ഓഫറിൽ. അതാണ് കുക്കു FM നൽകുന്ന 50% 1 month സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട്. എന്നാൽ ഈ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കണമെന്ന് മാത്രം. ശരി, ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും നമ്മൾ കുക്കു FM-ന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുക്കു FM-ന്റെ ഒരു 1 month സബ്സ്ക്രിപ്ഷൻ എടുത്തു നോക്കൂ. എന്നിട്ട് ഇത്തരത്തിലുള്ള അപൂർവമായ അറിവുകളെ എന്നും സ്വന്തമാക്കിക്കൊണ്ടേയിരിക്കും. തിരിച്ചു വീഡിയോയിലേക്ക് വരും. അടുത്തത് നമ്പർ 4, ടേണിംഗ് ഡൗൺ ഓപ്പർച്യൂണിറ്റീസ്. ചില സമയത്ത് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കരിയർ, റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ യെസ് എന്ന് പറയേണ്ട ഒരു സ്ഥലത്ത് നോ പറഞ്ഞത് കാരണത്താൽ പിന്നീട് നിങ്ങൾക്ക് വിഷമമുണ്ടാകാം. എന്നാൽ നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ പറയുക തന്നെ വേണം. നോ പറയാൻ അറിയാതെ ഇരിക്കുന്നതും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നിങ്ങൾക്കൊരു കാര്യം ശരിയായി തോന്നുന്നു, എന്നിട്ടും നിങ്ങളെ കണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് വലിയൊരു തടസ്സമാണ്. ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക തന്നെ വേണം. വളരെ ആശ്ചര്യം നൽകുന്ന, നമ്മളെ വളർത്താൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ വൈകിക്കരുത്. അങ്ങനെ നിങ്ങൾ ഭയം കാരണം എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയാൽ വേറൊരാൾ അത് ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഭാവിയിൽ നിങ്ങൾ വിഷമിക്കും. അയ്യോ, ഞാനിത് പരിശ്രമിച്ച് നോക്കാമായിരുന്നല്ലോ, എങ്കിൽ ഇത് ഇന്ന് എനിക്ക് കിട്ടിയിരുന്നല്ലോ എന്ന് ചിന്തിക്കും. അടുത്ത നമ്പർ 5, നോട്ട് മേക്കിംഗ് ടൈം ഫോർ ദ പീപ്പിൾ യു കെയർ അബൌട്ട്. നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ആളാണ്, അതെനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ സമയം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും സത്യമാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ മറക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിച്ച ആ മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് മാത്രമാണ് മറക്കാത്തതായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന്റെ കൂടെ ചെലവാക്കുന്ന സമയമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു മീനിങ് കൊടുക്കുന്ന കാര്യം. അത് കാരണത്താൽ ഞാൻ വളരെ ബിസിയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. എന്നാലോ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഒരുപാട് ഡിസ്ട്രാക്ട് ആകാനും പാടില്ല. അടുത്ത നമ്പർ 6, ബേസിംഗ് യുവർ സെൽഫ് വർത്ത് ഓൺ അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ നമ്മൾ അംഗീകരിക്കുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയാതെയാകും. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുവാൻ വേണ്ടി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാതെ ജീവിക്കും. എന്നാൽ സത്യം എന്താണെന്ന് അറിയുമോ, നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആൾ ഈ ലോകത്തിൽ എവിടെയെങ്കിലും എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ നന്മകളെ പോലും തിന്മയായി ചിത്രീകരിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മളായിട്ട് നിലകൊള്ളണം. അല്ലാതെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മളുടെ ട്രൂ സെൽഫിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കരുത്. നമുക്കെങ്ങനെ നമ്മുടെ ഒരു ബെസ്റ്റ് വെർഷനായി മാറാം, അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ മാറുന്നത് എങ്കിൽ നിങ്ങൾക്കത് വലിയ വിഷമമായിരിക്കും ഫ്യൂച്ചറിൽ നൽകുക. എന്നാൽ നിങ്ങളുടെ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പോലും ഒരു കുറ്റബോധം ഒരിക്കലും ഉണ്ടാവുകയില്ല. അടുത്ത നമ്പർ 7, വർക്കിംഗ് ടു ഹാർഡ് ആൻഡ് നോട്ട് പ്ലേയിങ് ഇനഫ്. ഈ ജീവിതമേ ഒരു കളിയാണ്, അതിൽ നമ്മളുടെ കളി നമ്മൾ നല്ല പോലെ കളിക്കുക എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടോ ചിന്തിച്ചു നോക്കൂ, ഉണ്ടാവുകയില്ല. ജോലി 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 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. 24 മണിക്കൂറും ജോലിയുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരും ഉണ്ട്. അറിയോ, ജോലി എന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ജോലിക്ക് പോയാലേ നമുക്ക് പണം കിട്ടുകയുള്ളൂ. പണം കിട്ടിയാലേ നമ്മുടെ ജീവിതം നമുക്ക് സ്റ്റേബിളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാൽ ചില സമയത്ത് നമ്മൾ ജോലി അത്ര സീരിയസ് ആയി എടുത്തിട്ട് നമ്മൾ ആരാണെന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകുന്നു. നിങ്ങൾ ശരിക്കും നന്നായി അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു കാലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മണി ഏൺ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓടിയ ഓട്ടത്തിനൊക്കെ എന്തെങ്കിലും മീനിങ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഇത് മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ അവസാനമായിട്ട് ശരിക്കും സന്തോഷിച്ച ആ മൊമെന്റ് എപ്പോഴായിരുന്നു എന്ന് പറയാമോ? നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ട് 12 മണിക്ക് ഉറങ്ങിയ ദിവസമാണോ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായത്? അതോ ജോലിയുടെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ട്രിപ്പ് പോയ ദിവസമാണോ കൂടുതൽ സന്തോഷം ഉണ്ടായത്? സത്യം എന്താണെന്ന് അറിയുമോ, നമ്മൾ ഒരുപാട് കളിക്കുകയാണ് വേണ്ടത്, ജോലി ചെയ്യേണ്ടത് കുറച്ചാണ്. ഒരു റോസാപ്പൂ എടുത്തിട്ട് നമ്മളൊന്ന് മണത്ത് നോക്കിയാൽ അതിന്റെ മണം നമുക്ക് അറിയല്ലേ. അങ്ങനെയുള്ള നല്ല മൊമെന്റുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ മിസ് ചെയ്ത് കളയരുത്. നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് ജോലി മാത്രം എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നത് എന്ന്. ഇത് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത നമ്പർ 8, സ്റ്റേയിങ് ഇൻ ആൻ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ബിക്കോസ് ഇറ്റ്സ് കംഫർട്ടബിൾ. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് കുറച്ച് കംഫർട്ടാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് ഹാപ്പിനെസ് തരുന്നില്ലെങ്കിലും അതിൽ തുടരുന്നുണ്ടോ? അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്സും തരാത്ത ഒരു റിലേഷൻഷിപ്പ് കംഫർട്ടിന് വേണ്ടി തുടരുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വിഷമിക്കും. നിങ്ങളുടെ എനർജി, ടൈം എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു കംഫർട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനോ പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനോ നിങ്ങളുടെ
മനസ്സ് പൊതുവെ സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ഇവരെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തനിയെ ജീവിക്കേണ്ടി വരില്ലേ എന്ന ഭയവും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മറ്റൊരാളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിക്കും. എന്നാൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങളെ ശരിയായ രീതിയിൽ ജീവിക്കുവാൻ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേര് ലോകത്തിലുണ്ട്. നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് യോജിക്കാത്ത പാർട്ണറാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായി തോന്നുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ടൈമാണ്. അവരെ ഒഴിവാക്കുകയും പുതിയൊരാളെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത നമ്പർ 9, നോട്ട് ലുക്കിംഗ് ആഫ്റ്റർ യുവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥ വരും. നമ്മൾക്ക് ഹെൽത്തിനെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ് ഹെൽത്തി മീൽ കഴിക്കുന്നതിന് പകരം ജങ്ക് ഫുഡ് കഴിക്കുന്നത്. വ്യായാമം ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ന്യായം പറഞ്ഞ് മടി പിടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ആരോഗ്യം ശരിയല്ലാതെ ആവുമ്പോഴാണ് ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, നമ്മുടെ ആരോഗ്യം എന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യത്തെയും എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. ഒരു ആരോഗ്യകരമായ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ശരീരത്തെ ഞാൻ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു അസുഖം വരുന്ന സമയത്ത് ശരീരം നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ. നിങ്ങൾ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കും എന്നുള്ളതിന് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്നാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രായം കൂടുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് റിഗ്രറ്റ് ഫീൽ ചെയ്യും. അടുത്ത നമ്പർ 10, ലെറ്റിംഗ് അതേഴ്സ് ഡിസൈഡ് യുവർ ഫേറ്റ്. നിങ്ങളുടെ തലവിധിയുടെ ഉത്തരവാദിത്തം വേറൊരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ജോലിയുള്ളത്? അത് കാരണത്താൽ എനിക്ക് ഹാപ്പിയായി ജീവിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇങ്ങനെയുള്ള സന്തോഷമൊക്കെ കുറച്ചു സമയത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിൽ വെക്കൂ. നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാതെ നിങ്ങൾക്കായി മറ്റൊരാൾ ഒന്നും ചൂസ് ചെയ്ത് തരരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില സുപ്രധാനമായ കാര്യങ്ങളിൽ മറ്റൊരാൾ ഡിസിഷൻ എടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വീണ്ടും കുറയുകയാണ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, ഇതൊക്കെ ശരിക്കും നിങ്ങൾക്കല്ലേ അറിയുകയുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് യോജിക്കുന്നത് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തീരുമാനങ്ങൾ നിങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാരണത്താൽ നിങ്ങൾ ഫ്യൂച്ചറിൽ വിഷമിക്കുവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ 10 കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ വിഷമിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.